മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകളിൽ 47th വൺ ആപ്ലിക്കേഷൻസ് ഓഫ് സ്പ്രിംഗ് പെൻഡുലം. സാധാരണ രൂപത്തിലെ ഒരു സ്പ്രിംഗ് വിത്ത് എ സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഈസ് ഹാങ് വിത്ത് എ മാസ് എം, then the time period we can easily find by the relation as t is equal to 2 pi into root of that inertia factor by the spring factor. Therefore, the simple relation become 2 pi into root of m by k. സോ അവിടെ കെ എന്ന് പറയുന്നത് ഓർക്കുക, ദ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സാധാരണ രൂപത്തിൽ ഒരു വെയിറ്റ് ഒരു സ്പ്രിങ്ങിൽ ഹാങ് ചെയ്താൽ അവിടുത്തെ ഇൻഡിപെൻഡൻ്റ് ഓഫ് ജി ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻ, then we can easily use the simple relation to find out the time period. അതേപോലെ ഓർക്കുക, നമ്മളൊരു ഹൊറിസോണ്ടൽ സർഫേസിൽ ഒരു റിജിഡ് ബൗണ്ടറി ബേസ് ചെയ്തിട്ട് ഒരു സ്മോൾ എം ഇങ്ങനെ കണക്ട് ചെയ്ത് അവന് നമ്മളൊരു സ്മോൾ എക്സ്റ്റൻഷൻ കൊടുത്താൽ ഇറ്റ് ഈസ് ഓൾസോ അണ്ടർ ഗോഡ്സ് എസ് എച്ച് എം ആൻഡ് ഗോട്ട് ദ സെയിം ടൈം പീരീഡ് റിലേഷൻ. And again, for an inclined plane, we can use the same concept as t is equal to 2 pi into root of m by k. നമ്മുടെ മനസ്സിൽ വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സ്പ്രിംഗ് ഫാക്ടർ. ഒരു suppose there is a spring of length L is cut into two pieces of length L1 and L2 such that L1 take the value as n times of L2, then മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് അതിൻ്റെ ലെങ്ത്തുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയാണെങ്കിൽ ദ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ഫോർ ദ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് K1 we can write as K into n plus 1 by n. That is a very important equation. And K2 take the value as equal to n plus 1 times of K. And the ratio of that constants K1 by K2 is equal to 1 by n. വളരെ പ്രധാനപ്പെട്ട റിലേഷൻസ് ആണ്. ഈ ഷോർട്ട് കട്ട്സുകൾ ഉപയോഗിച്ചാൽ പല പ്രോബ്ലംസും നമുക്ക് കൃത്യതയോടെ ചെയ്യുവാൻ പറ്റും. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പവേഴ്സിൻ്റെ നെറ്റ് വാല്യൂ ആഡ് ചെയ്യപ്പെടുകയും സീരീസ് ആകുമ്പോൾ റെസിപ്രോക്കലിൻ്റെ സം എടുക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. പീരിയോഡിക് ടൈം ഓഫ് ഓസിലേഷൻ T1 is obtained when a mass is suspended from a spring. So the time of oscillation becomes T1. If another spring is used with the same mass, then the periodic time of oscillation is T2. Now the same mass is suspended from the series combination of above springs, then calculate the time period. ആ പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലേക്ക് നമുക്ക് വരാം. എന്തായാലും ആദ്യത്തെ കേസിലെ ടൈം പീരീഡ് വി ക്യാൻ റൈറ്റ് ആസ് T1 ഈസ് ഈക്വൽ ടു 2 pi into root of m by K1, and we can just square it as T1 square. Take the value as 4 pi square m by K1. So അത് ബേസ് ചെയ്ത് നമുക്ക് K1ൻ്റെ വാല്യൂവിലേക്ക് മാറാം. So we get the value as 4 pi square m by T1 square. And similarly we can write T2 square is equal to 4 pi square, same mass ആണ് പക്ഷേ ഡിഫറെൻ്റ് സ്പ്രിംഗ് ആണ്. So we can find the second spring constant as 4 pi square m by T2 square. ഇവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് കോമ്പിനേഷൻ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 1 by k ഇക്വലൻ്റ് എന്ന് പറയുന്നത് റെസിപ്രോക്കലിൻ്റെ സം ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ 1 by K1 plus 1 by K2. സോ നമ്മുടെ ഈ റിലേഷൻ നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദ ടൈം പീരിയഡ് ഇക്വലൻ്റ് സ്ക്വയർ ഡിവിഷൻ ബൈ 4 pi square m എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ T1 square by
4 pi square m plus t2 square division by 4 pi square m. So same factors നമ്മൾ കളഞ്ഞാൽ you get the time period for the series combination become root of t1 square plus t2 square. വളരെ പ്രധാനപ്പെട്ട ഒരു problematic situation ആണ്. So the students try to do maximum MCQs, then only you can crack very good rank for the NEET JEE entrance exams. Take care. God bless you.